ഇത് 1977 നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അന്ധകാരത്തിലൂടെ പാഞ്ഞു പോകുന്ന ഒരു കാറാണ് കാണിക്കുന്നത്. വിജനമായ പ്രദേശത്തേക്ക് എത്തിയിരുന്ന ആ കാറിൽ നിന്നും കാമറൂണും അവൻ്റെ ഭാര്യയായ ജാനിസും പുറത്തേക്കിറങ്ങി. കാറിൻ്റെ ഇടുക്കിയിൽ നിന്നും കാമറൂൺ പൊതിഞ്ഞു വെച്ചിരുന്ന നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതശരീരം പുറത്തേക്കിറക്കി. കൈബദ്ധത്തിൽ സംഭവിച്ച കൊലപാതകമാണെന്നും ഇതിൽ നിനക്കും പങ്കുണ്ടെന്നും അതിനാൽ തന്നെ നീ എന്നെ സഹായിക്കണമെന്നും കാമറൂൺ ജാനിസിനോട് പറഞ്ഞു. വിജനമായ ആ ഒരു പ്രദേശത്ത് കുഴിവെട്ടി കാമറൂൺ ആ സ്ത്രീയുടെ മൃതശരീരം അവിടെ കുഴിച്ചിട്ടു. ദൗത്യം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണവർ അവിടെ നിന്നും തിരിച്ചത്. കാമറൂണിന് ഒട്ടും തന്നെ കുറ്റബോധമുണ്ടായിരുന്നില്ലെങ്കിലും ഈ ഒരു സംഭവത്തെ ഓർത്ത് ജാനിസ് അതീവ ദുഃഖിതയായിരുന്നു. ഇരുവരും വീട്ടിലേക്ക് പോകുന്നതിനിടെ കോളിൻ എന്നൊരു യുവതി ലിഫ്റ്റ് ചോദിച്ച് അവരുടെ വാഹനത്തിനു കൈ കാണിച്ചു. കാമറൂൺ അവളെ വാഹനത്തിലേക്ക് കയറ്റുകയും അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് സർപ്രൈസായി പോവുകയാണെന്നും അതിനാൽ തന്നെ ഞാൻ വരുന്ന വിവരം അവൾക്കറിയില്ലെന്നും കോളിൻ കാമറൂണിനോട് പറഞ്ഞു. പിന്നീട് അവർ ഇന്ധനമടിക്കാനായി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറി. ഈ സമയത്ത് സാധനങ്ങൾ വാങ്ങാനായി കോളിൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അന്നേരം കാമറൂൺ ഒരാളുടെ തല കടത്തി വയ്ക്കാൻ പാകത്തിലുള്ള ഒരു പെട്ടി ഡിക്കിയിൽ നിന്നും എടുത്ത് കാറിനകത്തേക്ക് വെച്ചിരുന്നു. ശേഷം അവർ മൂവരും വീണ്ടും യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ കാമറൂൺ ഞങ്ങൾക്കൊരു സ്ഥലം സന്ദർശിക്കാനുണ്ടെന്നും എത്രയും വേഗം തിരിച്ചു വരാമെന്നും പറഞ്ഞുകൊണ്ട് വാഹനം വിജനമായൊരു പ്രദേശത്തേക്ക് തിരിച്ചു വിടുകയാണ്. പിന്നീട് അല്പദൂരം നടക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞതോടെ കോളിൻ ജാനിസിനൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സമയത്ത് കാമറൂൺ പുറകിൽ നിന്നും കോളിൻ്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അവളെ ബന്ധനസ്ഥയാക്കുകയാണ്. ശേഷം അവളുടെ വായും കണ്ണും മൂടിക്കെട്ടി കാറിലുണ്ടായിരുന്ന പെട്ടിയിലേക്ക് കോളിൻ്റെ തല കടത്തിവെച്ചു. ശേഷം കാമറൂണും ജാനിസും അവളെയും കൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോയി. കാമറൂൺ കോളിനെ തൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ തൂക്കിയിട്ടു. ശേഷം അവൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിക്കളഞ്ഞു. ശേഷം അവൻ തൻ്റെ ചാട്ടവാറെടുത്ത് കോളിനെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ച് സന്തോഷം കണ്ടെത്തുന്ന സൈക്കോയായിരുന്നു കാമറൂൺ. ശേഷം കാമറൂൺ അവിടെ വെച്ച് അവൻ്റെ ഭാര്യയായ ജാനിസുമായി ബന്ധപ്പെട്ടു. പിന്നീട് കാമറൂൺ കോളിൻ്റെ തല ആ ഒരു പെട്ടിയിലേക്ക് കടത്തി വെച്ചതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മേശയിൽ അവളെ ബന്ധിച്ചു. അവളെ ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശമെന്ന് ജാനിസ് കാമറൂണിനോട് ചോദിച്ചു. കുറച്ചുനാൾ പീഡിപ്പിച്ചതിനു ശേഷം അവളെ റോഡരികിൽ എവിടെയെങ്കിലും ഇറക്കി വിടാമെന്നും അവൾക്ക് നമ്മളെ അറിയാത്തതിനാൽ പ്രശ്നമില്ലെന്നും കാമറൂൺ മറുപടി നൽകി. ശേഷം കാമറൂൺ പതിവ് പോലെ തന്നെ ജോലിക്കായി വീട് വിട്ടിറങ്ങി. ഈ ഒരു സമയത്തെല്ലാം കോളിൻ ഭീതിയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കരച്ചിൽ കേട്ട് സഹികെട്ട് ജാനിസ് ഒരു തോക്കുമെടുത്ത് കോളിൻ്റെ പക്കലേക്ക് ചെന്നു. ജാനിസ് കോളിനുമായി സംസാരിച്ചു. അതിൽ നിന്നും അവളെ ബന്ദിയാക്കിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശ ലൊക്കേഷൻ കോളിനറിയാമെന്ന് ജാനിസ് മനസ്സിലാക്കി. എന്നെ പുറത്തുവിടണമെന്നും ഞാൻ ഇക്കാര്യം ആരോടും പറയില്ലെന്നും പറഞ്ഞ് കോളിൻ കരഞ്ഞപേക്ഷിച്ചു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ കാമറൂൺ കോളിൻ്റെ പക്കലേക്ക് ചെന്ന് അവൾക്ക് വെള്ളവും ബ്രെഡും നൽകി. കാമറൂണിൻ്റെ ഭീഷണിയുള്ളതിനാൽ ഭീതി മൂലം അവൾ ഒച്ചവെച്ചില്ല. പിന്നീട് അവൻ കോളിനോട് യൂറിൻ പാസ് ചെയ്യാനായി പറഞ്ഞു. അവളത് ചെയ്യുന്നത് കാമറൂൺ നോക്കി നിൽക്കുകയായിരുന്നു. അതിനുശേഷം കാമറൂൺ അവളെ അതിക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. അവളുടെ ദയനീയമായ കരച്ചിൽ കേൾക്കാനാവാതെ ജാനിസ് ഉച്ചത്തിൽ പാട്ടുവെച്ചു. കോളിനെ ഈ സ്ഥലം അറിയാമെന്നും അവളെ പുറത്തുവിട്ടാൽ ഇക്കാര്യങ്ങളെല്ലാം അവൾ പോലീസിൽ അറിയിക്കുമെന്നും ജാനിസ് കാമറൂണിനോട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഇനിയുള്ള കാലം മുഴുവൻ നമുക്കവളെ ഇവിടെ തന്നെ സൂക്ഷിക്കാമെന്ന് കാമറൂൺ അവൾക്ക് മറുപടി നൽകി. അവളുമായി ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് ജാനിസ് അവനെ താക്കീത് നൽകിയിരുന്നു. പിന്നീട് കാമറൂൺ ബേസ്മെൻറ്റിൽ തന്നെ ഒരു പെട്ടിയുണ്ടാക്കി കോളിനെ അതിലേക്ക് മാറ്റി. എയർ സർക്കുലേഷനായി ചെറിയൊരു മോട്ടർ അവൻ അതുമായി ഘടിപ്പിച്ചിരുന്നു. ബന്ധനസ്ഥയായ അവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് കോളിൻ
ആ പെട്ടിയിൽ കഴിഞ്ഞുകൂടി. ഈ ഒരു സമയത്ത് അവൾ തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും കുറിച്ചോർത്തു. ദിവസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ മകൾ കൂട്ടുകാരിയുടെ പക്കലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കോളിൻ്റെ പിതാവ് തിരിച്ചറിയുന്നത്. അങ്ങനെ കോളിൻ്റെ മാതാപിതാക്കൾ ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. പ്രായപൂർത്തിയായതിനാൽ അവൾ മനഃപൂർവ്വം മറ്റാരുടെയെങ്കിലും കൂടെ പോയതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പോലീസുകാരൻ അവരോട് പറഞ്ഞു. അന്ന് പതിവില്ലാതെ കാമറൂൺ ജോലി ചെയ്യുന്ന മരക്കമ്പനിയിലേക്ക് അവൻ്റെ ഭാര്യയായ ജാനിസ് അവനെ കാണാനായി എത്തി. താൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനായിരുന്നു ജാനിസ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഗർഭിണിയായതോടുകൂടി ജാനിസിനെ കോളിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായി. അത് നടക്കില്ലെന്നും കോളിൻ പോലീസിൽ വിവരമറിയിച്ചാൽ പ്രശ്നമാകുമെന്നും കാമറൂൺ അവളെ അറിയിച്ചു. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ജാനിസിൻ്റെ കാലുകൾക്ക് വാതരോഗം പിടിപെട്ടു. അവൾ ഊന്നുവടികളുടെ സഹായത്തോടെയാണ് നടന്നിരുന്നത്. ഈ ഒരു സമയത്ത് കാമറൂണിൻ്റെ അയൽക്കാരൻ നിങ്ങളുടെ ബേസ്മെൻ്റ് വൃത്തിയാക്കുന്ന ജോലി എനിക്ക് തരുമോ എന്ന് ചോദിച്ചെങ്കിലും കാമറൂൺ ഒഴിഞ്ഞുമാറി. ഈ നേരത്തെ കാമറൂണിന് ചെറിയൊരു ഐഡിയ തോന്നുകയാണ്. അവൻ നേരെ ജാനിസിനെയും കൂട്ടി കോളിൻ്റെ പക്കലേക്ക് ചെന്നു. അടിമകളെ വിൽക്കുന്ന കമ്പനിയിൽ ഞാൻ നിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചാൽ അവർ നിൻ്റെ 2 കൈക്കാലുകളും നാക്കുമെല്ലാം മുറിച്ചെടുക്കും. മാത്രവുമല്ല നിൻ്റെ ഫാമിലിയെയും അവർ കൊന്നുകളയും. അതിനാൽ തന്നെ നീ രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന് കാമറൂൺ കോളിനോട് പറഞ്ഞു. ജാനിസും ഒരു കാലത്തിൻ്റെ അടിമയായിരുന്നുവെന്നും അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കമ്പനിക്കാർ വന്ന് അവളുടെ കാല് തല്ലിയോടിച്ച് അവളെ കൊല്ലാൻ പോകുകയായിരുന്നുവെന്നും ഇത് കണ്ട് എനിക്ക് വിഷമം തോന്നി ഞാൻ അവളെ കല്യാണം കഴിച്ചതാണെന്നുമൊക്കെ കാമറൂൺ കോളിനോട് തട്ടിവിട്ടു. മുറിവേറ്റ കാലുമായി നിന്നിരുന്ന ജാനിസിനെ കണ്ടതോടെ പാവം കോളിൻ ഇതെല്ലാം വിശ്വസിച്ചു. ശേഷം കാമറൂൺ എഗ്രിമെൻ്റ് ലെറ്ററാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കോളിനെ കൊണ്ട് ഒരു പേപ്പറിൽ ഒപ്പുവെപ്പിച്ചു. ശേഷം നീ എവിടെ പോയാലും കമ്പനിക്കാർ നിന്നെ കണ്ടെത്തുമെന്നും പറഞ്ഞുകൊണ്ട് GPS ഡിവൈസ് ആണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒരു ബെൽറ്റ് കാമറൂൺ കോളിൻ്റെ കഴുത്തിലണിഞ്ഞു. എന്നെ യജമാനെന്നും എൻ്റെ ഭാര്യയെ മാഡമെന്നും അഭിസംബോധന ചെയ്യണമെന്ന് അവൻ അവളോട് പറഞ്ഞു. മാത്രവുമല്ല നീ ഇനി എൻ്റെ അടിമയാണെന്നും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണമെന്നും ഞാൻ അറ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് നഗ്നയായി നിൽക്കണമെന്നും കാമറൂൺ അവൾക്ക് നിർദ്ദേശം നൽകി. അതിനാൽ തന്നെ അവൻ അറ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് ഭീതിയോടെ കോളിൻ വസ്ത്രങ്ങൾ അഴിച്ച് അനുസരണയോടെ നിന്നു. എന്നാൽ കാമറൂണിൻ്റെ ഈ പരിപാടികളൊന്നും അവൻ്റെ ഭാര്യയായ ജാനിസിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ സംഭവത്തോടുകൂടി ജാനിസിനെ കോളിനോട് ദേഷ്യമായി തുടങ്ങി. പിന്നീടൊരു ദിവസം എപ്പോഴും അടഞ്ഞു കിടന്നിരുന്ന കാമറൂണിൻ്റെ ജനാലകൾ കണ്ട് അയൽക്കാരൻ അതേപറ്റി അവനോട് ചോദിച്ചു. അത് വീട് പെട്ടെന്ന് തണവ് പിടിപ്പിക്കാനാണെന്നൊക്കെ കാമറൂൺ അയാളോട് കള്ളം പറഞ്ഞു. അങ്ങനെ എനിക്കൊരു രാത്രിയിൽ ജാനിസ് വീട്ടിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി. അങ്ങനെ കോളിൻ കാമറൂണിൻ്റെ പിടിയിലായതിനു ശേഷം 683 ദിവസങ്ങൾ കടന്നുപോയി. കോളിനോടുള്ള ദേഷ്യം മൂലം അവൾ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലെന്ന് ജാനിസ് കാമറൂണിനോട് കള്ളം പറഞ്ഞിരുന്നു. ഇത് കേട്ട് കാമറൂൺ കോളിനെ അതിക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ എനിക്കൊരു ദിവസം കാമറൂൺ കോളിനെയും കൂട്ടി വിറക് ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയി. കോളിൻ ആളുകളോട് സഹായം അഭ്യർത്ഥിക്കാതിരിക്കാനായി അവിടെയുള്ള ആളുകൾക്കെല്ലാം അടിമകളുണ്ടെന്നും നീ ഒച്ച വെച്ചാൽ അവർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമെന്നെല്ലാം പറഞ്ഞ് കാമറൂൺ കോളിനെ ഭീഷണിപ്പെടുത്തി. എനിക്ക് വീട്ടിൽ പോകണമെന്ന് കോളിൻ കാമറൂണിനോട് പറഞ്ഞെങ്കിലും കമ്പനിക്കാർ സമ്മതിക്കില്ലെന്ന് അവൻ അവളോട് കള്ളം പറഞ്ഞു. വിറക് വെട്ടുന്നതിനിടെ കാമറൂണിൻ്റെ കാലിൽ മുഴ കൊള്ളുകയും അവനെ പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് കോളിനെ ഓടി രക്ഷപ്പെടാമായിരുന്നുവെങ്കിലും കമ്പനിക്കാർ തന്നെയും തൻ്റെ കുടുംബത്തെയും പിടികൂടി കൊലപ്പെടുത്തും എന്നുള്ള ഭീതി മൂലം അവിടെ തന്നെ തുനിഞ്ഞില്ല. പോലീസുകാർ വരെ ഈ ഒരു കമ്പനിയുടെ ഭാഗമാണെന്നും പറഞ്ഞ് കാമറൂൺ അവളെ പറ്റിച്ചിരുന്നു. അങ്ങനെ കോളിൻ അവൻ്റെ കാലിലെ മുറിവ് വെച്ച് കെട്ടുകയും അവളെയും കൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കോളിൻ കാമറൂണിനെ പരിചരിച്ചിരുന്നത് ജാനിസിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്നു രാത്രിയിൽ ജാനിസ്
കാമറൂണുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവനതിനു സമ്മതിച്ചില്ല. അതോടെ കാമറൂണും കോളിനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം അവളിൽ ഉടലെടുക്കുകയാണ്. പിന്നീട് കാമറൂൺ ജാനിസിനെയും കൂട്ടി ബേസ്മെൻറ്റിലേക്ക് ചെന്നു. ശേഷം പെട്ടിയിൽ നിന്നും പുറത്തിറക്കി അവൻ കോളിനെ ബന്ധനസ്ഥയാക്കി. ജാനിസുമായി ബന്ധപ്പെടാനാണ് അവൻ അങ്ങോട്ടേക്ക് വന്നതെങ്കിലും വികാരഭരിതനായവൻ കോളിനുമായാണ് ബന്ധപ്പെട്ടത്. തൻ്റെ കൺമുൻപിൽ വെച്ചു തന്നെ ഈ ഒരു കാഴ്ച കാണാനിടയായ ജാനിസ് ദുഃഖത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഈ സംഭവത്തോടെ ജാനിസും കാമറൂണും തമ്മിൽ തർക്കം ഉടലെടുക്കാൻ ആരംഭിച്ചു. കോളിൻ കാമറൂണിൻ്റെ തടവറയിലായിട്ടിപ്പോൾ 1395 ദിവസങ്ങൾ കടന്നിരിക്കുന്നു. ജാനിസിൻ്റെ കുട്ടിയെ കണ്ടപ്പോഴാണ് താൻ ഇവിടെ എത്തിയിട്ട് വർഷങ്ങളായി എന്നുള്ള കാര്യം കോളിനും തിരിച്ചറിയുന്നത്. ജാനിസിൻ്റെ പിണക്കം തീർക്കാനായി കാമറൂൺ അവളെയും കൂട്ടി ഒരു ട്രിപ്പ് പോയി. കോളിനെ പെട്ടിയിലടച്ചതിനു ശേഷമായിരുന്നു ക്രൂരനായ കാമറൂൺ പോയിരുന്നത്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് എയർ പാസിങ്ങിനായി പെട്ടിയുമായി കണക്ട് ചെയ്തിരുന്ന മോട്ടോർ കംപ്ലൈൻ്റായി. പെട്ടിക്കുള്ളിലെ ചൂട് താങ്ങാനാവാതെ താൻ മരണപ്പെടുമെന്ന് കോളിൻ തിരിച്ചറിഞ്ഞു. ഭാഗ്യവശാൽ അവൾക്ക് തൻ്റെ കാലുപയോഗിച്ച് ആ പെട്ടിയുടെ ഡോർ തകർക്കാനായി സാധിച്ചിരുന്നു. തിരിച്ചെത്തിയ കാമറൂൺ കോളിനെ കാണാതെ പരിഭ്രാന്തനായി. പക്ഷേ കോളിൻ എങ്ങും പോയിരുന്നില്ല. അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. തനിക്ക് ദാഹിച്ചപ്പോൾ താൻ പുറത്തു വന്നതാണെന്ന് അവൾ അവനോട് പറഞ്ഞു. ഈ ഒരു സമയത്താണ് ബൈബിളിൽ അടിമയെ വേണമെങ്കിൽ ഭാര്യയാക്കാം എന്നുള്ളൊരു വാചകം കാമറൂൺ കാണുന്നത്. അവൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ വരികൾ ജാനിസും കണ്ടിരുന്നു. എനിക്ക് കോളിനെ എൻ്റെ ഭാര്യയാക്കാൻ അവകാശമുണ്ടെന്ന് അവൻ ജാനിസിനോടും പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ജാനിസിന് കോളിനോട് സഹതാപം തോന്നിത്തുടങ്ങി. കോളിൻ കാമറൂണിൻ്റെ അടിമയായിട്ട് ഇന്നേക്ക് 2135 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അവൻ കോളിനുമായി ബന്ധപ്പെടുന്നത് പതിവാക്കി. ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാക്കാമെന്നും എൻ്റെ കുട്ടികളെ നീ പ്രസവിക്കണമെന്നും അവൻ അവളോട് പറഞ്ഞു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നുവെന്നും ജാനിസിനെയും ഇതേ രീതിയിൽ ചെയ്യാറുണ്ടെന്നും അവൾ പോരെന്നുമെല്ലാം അവൻ കോളിനോട് വെളിപ്പെടുത്തി. സ്വന്തം മകളെ ആരെങ്കിലും ഇതേ രീതിയിൽ ചെയ്താൽ എന്തായിരിക്കും ചെയ്യുക എന്ന് കോളിൻ അവനോട് ചോദിച്ചു. കൊന്നുകളയുമെന്നായിരുന്നു അവൻ്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പിതാവ് എന്തു ചെയ്യണമെന്ന് കോളിൻ അവനോട് തിരിച്ചു ചോദിച്ചു. അതോടെ കാമറൂൺ ക്ഷുഭിതനായി. നാൾക്കുനാൾ കോളിനും ജാനിസും തമ്മിലുള്ള സൗഹൃദം കൂടിക്കൂടി വന്നു. ഇരുവരും ഒന്നിച്ച് പള്ളിയിൽ പോകാൻ തുടങ്ങി. ഒരു നാൾ കോളിൻ ജാനിസിൻ്റെ മകളുടെ കൂടെ കളിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് കാമറൂൺ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൻ കോളിനെ വിളിച്ചതോടെ അല്പസമയം കഴിയട്ടെ എന്ന് ജാനിസ് കാമറൂണിനോട് പറഞ്ഞു. ഇതവനെ ഇഷ്ടപ്പെട്ടില്ല. അതോടെ അവൻ ജാനിസിനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവളെ അതിക്രൂരമായി മർദ്ദിച്ചു. ഇതിനോടകം കോളിൻ ബന്ധനസ്ഥയാക്കപ്പെട്ടിട്ട് 2310 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. കാമറൂൺ കോളിനെ സ്നേഹിച്ചു തുടങ്ങി. തനിക്ക് വീട്ടിലേക്ക് പോകണമെന്നുള്ള അവളുടെ ആഗ്രഹം അവൻ പരിഗണിച്ചു. അതിനു മുമ്പ് കമ്പനിയുടെ ചില പരീക്ഷണങ്ങളുണ്ടെന്ന് അവൻ അവളോട് പറഞ്ഞു. തോക്കുവായിലേക്കിട്ട് നിറയൊഴിക്കാനായി അവൻ കോളിനോട് നിർദ്ദേശിച്ചു. അവൾ അപ്രകാരം തന്നെ ചെയ്തു. ആ തോക്കിൽ ഉണ്ടയുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തോടെ കോളിൻ കാമറൂണിൻ്റെ വിശ്വസ്തത നേടി. അങ്ങനെ അവൻ അവളെയും കൂട്ടി കോളിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവളെ കണ്ട് വീട്ടുകാർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. കാമറൂൺ തൻ്റെ കാമുകനാണെന്നാണ് അവൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് കാമറൂൺ അവിടെ നിന്നും തിരിച്ചുപോയി. കാമറൂൺ പറഞ്ഞിരുന്ന കള്ളക്കഥകൾ വിശ്വസിച്ചിരുന്ന കോളിൻ സത്യാവസ്ഥ ഭീതി മൂലം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. ഭീതിയോടെ പിറ്റേന്ന് വന്ന കാമറൂണിൻ്റെ കൂടെ അവൾ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ വച്ചവൻ വീണ്ടും കോളിനുമായി ബന്ധപ്പെട്ടു. ഈ രംഗങ്ങൾ ജാനിസ് കാണാനിടയായി. ഇതൊന്നും സഹിക്കാനാവാതെ ജാനിസ് പിറ്റേന്നു തന്നെ വീട് വിട്ടിറങ്ങി. പരിശം തീർക്കാനായി അവൻ കോളിനെ നഗ്നയാക്കി മർദ്ദിച്ചു. ശേഷം അവൻ കോളിനെ തൻ്റെ ഔട്ട് ഹൗസിൻ്റെ ബേസ്മെൻറ്റിൽ പൂട്ടിയിട്ടുകൊണ്ട് പുറത്തേക്ക് പോയി. ഈ ഒരു സമയത്ത് ശക്തമായ മഴ മൂലം ബേസ്മെൻറ്റിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയിരുന്നു.
കാമറൂണിൻ്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്നതിലുള്ള പശ്ചാത്താപം മൂലം കോളിനെ രക്ഷിക്കാനായി ജാനിസ് തിരിച്ചെത്തി. കാമറൂൺ വരുന്നതിന് മുൻപ് നമുക്ക് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ജാനിസ് കോളിനോട് പറഞ്ഞു. കാമറൂൺ പറഞ്ഞിരുന്ന കമ്പനിക്കാർ അടിമയായി എന്നെ കൊന്നുകളയുമോ എന്ന് ഭീതിയോടെ കോളിൻ ജാനിസിനോട് ചോദിച്ചു. അങ്ങനെ ഒരു കമ്പനിയെ ഇല്ലെന്നും അതെല്ലാം കാമറൂണിൻ്റെ കെട്ടുകഥകളാണെന്നും ജാനിസ് വെളിപ്പെടുത്തി. നിനക്ക് മുൻപ് ഇതുപോലൊരു യുവതിയെ കാമറൂൺ ബന്ദിയാക്കിയിരുന്നു. ശേഷം അവൻ അവളെ ക്രൂരമായി കൊലപ്പെടുത്തി. ഞാനും കാമറൂണും ചേർന്നാണ് അവളുടെ മൃതശരീരം അടക്കം ചെയ്തത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇരുവരും ചേർന്ന് അടക്കം ചെയ്തിരുന്നത് ആ ഒരു യുവതിയുടെ മൃതശരീരമായിരുന്നു. അല്പസമയത്തിനു ശേഷം കാമറൂൺ വീട്ടിലേക്ക് തിരിച്ചെത്തി. താൻ ബന്ദിയാക്കിയിരുന്ന കോളിൻ രക്ഷപ്പെട്ടതറിഞ്ഞ് അവൻ അലറിക്കരഞ്ഞു. ഇതേ സമയം ജാനിസ് കോളിനെ അവളുടെ വീട്ടിലേക്കുള്ള ബസ് കയറ്റി വിട്ടിരുന്നു. നരകതുല്യമായ യാതനകൾ അനുഭവിക്കേണ്ടി വന്ന കോളിൻ 2640 ദിവസങ്ങൾക്ക് ശേഷമാണ് മോചിതയായത്. സന്തോഷത്തോടെ അവൾ തൻ്റെ വീട്ടുകാരെ വാരിപ്പുണർന്നു. കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാമറൂണിന് 104 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. ഭർത്താവ് ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതോടെ ജാനിസിനെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിട്ടു. എന്നിരുന്നാലും ഇരുവരും ചേർന്ന് കുഴിച്ചിട്ടിരുന്ന യുവതിയുടെ മൃതശരീരം കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയും